2025 ICC പുരുഷ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇംഗ്ലണ്ട് പുരുഷ ടീം അഫ്ഗാനിസ്ഥാനെതിരെ കളിക്കുമെന്ന് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ക്രിക്കറ്റ് ബോർഡ് സ്ഥിരീകരിച്ചു. ബഹിഷ്കരണത്തിനുള്ള ആഹ്വാനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും വനിതാ ക്രിക്കറ്റിന് വിലക്ക് ഏർപ്പെടുത്തുന്നതുൾപ്പെടെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കെതിരായ താലിബാന്റെ അടിച്ചമർത്തൽ നിലപാടിനെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ഈ തീരുമാനം. എന്നിരുന്നാലും മത്സരം ബഹിഷ്കരിക്കുന്നത് പോലുള്ള ഏകപക്ഷീയമായ നടപടിയല്ല, മറിച്ച് ആഗോള ക്രിക്കറ്റ് സമൂഹത്തിൽ നിന്നുള്ള ഏകോപിത അന്താരാഷ്ട്ര പ്രതികരണമാണ് സാഹചര്യം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് ECB വിശ്വസിക്കുന്നു. അഫ്ഗാനിസ്ഥാനിലെ ലിംഗവിവേചനത്തെക്കുറിച്ചുള്ള വ്യാപകമായ ആശങ്കകൾ ECB ചെയർമാനായ റിച്ചാർഡ് തോംസൺ അംഗീകരിച്ചു. പക്ഷേ കളി ബഹിഷ്കരിക്കുന്നത് ഏറ്റവും ഫലപ്രദമായ പരിഹാരമല്ലെന്ന് ഊന്നി പറഞ്ഞു. നിരവധി അഫ്ഗാൻ പൗരന്മാർക്ക് ക്രിക്കറ്റ് ഇപ്പോഴും സന്തോഷത്തിന്റെ ചുരുക്കം ചില ഉറവിടങ്ങളിൽ ഒന്നാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. താലിബാന്റെ നയങ്ങൾ മൂലം നാടുകടത്തപ്പെട്ട വനിതാ അഫ്ഗാൻ ക്രിക്കറ്റ് കളിക്കാരെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രതിബദ്ധത ECB ആവർത്തിച്ചു. ലോകമെമ്പാടുമുള്ള അഭയാർത്ഥി ക്രിക്കറ്റ് കളിക്കാരെ സഹായിക്കുന്നതിനായി ഗ്ലോബൽ റെഫ്യൂജി ക്രിക്കറ്റ് ഫണ്ടിലേക്ക് €1,00,000 സംഭാവന ചെയ്തു. ഇംഗ്ലണ്ട് മത്സരം ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായി ഇംഗ്ലണ്ടിലെ 200ഓളം രാഷ്ട്രീയക്കാർ ഒപ്പിട്ട കത്ത് ECBയോട് ഒരു നിലപാട് സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എഴുതിയതിനെ തുടർന്നാണ് മത്സരം ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായത്. പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാമർ അന്താരാഷ്ട്ര പങ്കാളികളുമായി ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ലേബർ MP ടോണിയ അന്റോണിയാസി പോലുള്ള മറ്റ് വ്യക്തികൾ കളിക്കാർ അവരുടെ സ്വാധീനം ഉപയോഗിച്ച് മാറ്റം വരുത്തണമെന്ന് നിർദ്ദേശിച്ചു. എന്നിരുന്നാലും എല്ലാ രാഷ്ട്രീയ ശബ്ദങ്ങളും ബഹിഷ്കരണത്തെ പിന്തുണച്ചില്ല. സാംസ്കാരിക സെക്രട്ടറി ലിസ നാൻഡി അതിനെ പ്രതികൂലമാണെന്ന് വിശേഷിപ്പിച്ചു. അതുപോലെ ക്രിക്കറ്റ് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനെതിരായ മത്സരം ബഹിഷ്കരിക്കാനുള്ള അഭ്യർത്ഥന നിരസിച്ചു. അത്തരം തീരുമാനങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ എടുക്കണമെന്ന് പ്രസ്താവിച്ചു.